Classes of an IP address. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു IP അഡ്രസ്സിൻ്റെ 5 ക്ലാസ്സസ് ഉള്ളത്. അത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IP അഡ്രസ്സിൻ്റെ ഫസ്റ്റ് ഒക്ടറ്റിൻ്റെ നമ്പർ റേഞ്ച് എവിടെ നിന്ന് തൊട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ എക്സാമ്പിളിൽ കാണിച്ചായിരുന്നു. 192.168.10.25. ഇതിൻ്റെ ഈ ഫസ്റ്റ് ഒക്ടറ്റാണ് ഡിഫൈൻ ചെയ്തത് IP അഡ്രസ്സ് ഏത് ക്ലാസ്സിലാണ് വരുന്നത്. ഇപ്പം 1 തൊട്ട് 126 ഈ ഫസ്റ്റ് ഒക്ടറ്റിൽ വരുവാണെങ്കിൽ അത് ക്ലാസ് A IP അഡ്രസ്സ് വരും. 128 തൊട്ട് 191ൻ്റെ ഇടയ്ക്കാണ് വരുന്നെങ്കിൽ അത് ക്ലാസ് B ആയിട്ട് വരും. 192 തൊട്ട് 223 വരെ വരുവാണെങ്കിൽ ഇത് ക്ലാസ് 3 വരും. ഇത് നമ്മുടെ ക്ലാസ് C IP അഡ്രസ്സാണ് വന്നത്. വേറെ ഇത് കൂടാതെ നമ്മൾ CCNAയിൽ ഈ 3 കാര്യങ്ങൾ ഈ 3 ക്ലാസ്സസ് നമ്മൾ സ്റ്റഡി ചെയ്യാറുള്ളൂ. ബാക്കി 2 ക്ലാസ്സസ് 224 തൊട്ട് 239 അതും നമ്മൾ മൾട്ടി കാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അത് ക്ലാസ് D ആണ്. പിന്നെ 240 തൊട്ട് 239 വരെ അത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ആൻഡ് റിസർച്ച് പർപ്പസില്ല അത് യൂസ് ചെയ്യുന്നത്, അത് ക്ലാസ് E IP അഡ്രസ്സാണ്. ഇത് കൂടാതെ ഒരു റേഞ്ച് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. 127ൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. ഈ 127.0.0.0 തൊട്ട് 127.255.255.255 അത് നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ ലൂപ്പ് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ലാസ് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാം. ക്ലാസ് C IP അഡ്രസ്സ്. ക്ലാസ് C IP അഡ്രസ്സിൽ ആദ്യത്തെ ഒക്ടറ്റ് 192 തൊട്ട് 223യുടെ ഇടയ്ക്കായിരിക്കും വരുന്നത്. അന്നേരം ഇത് ശരിയായ ഇത് ക്ലാസ് C IP അഡ്രസ്സ്. ഇനി അതിനകത്ത് ഈ ആദ്യത്തെ 3 ഒക്ടറ്റ് ക്ലാസ് C IP അഡ്രസ്സിൽ നെറ്റ്വർക്ക് ആയിരിക്കും. ലാസ്റ്റ് ഒക്ടറ്റ് അത് നമ്മുടെ ഹോസ്റ്റ് ബിറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് അന്നേരം ക്ലാസ് C IP അഡ്രസ്സിൻ്റെ സബ്നെറ്റ് മാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ 255.255.255.0 ആയിട്ട് വരും. ഇത്ര ഡിജിറ്റ്സ് നമ്മുടെ നെറ്റ്വർക്കിൽ വരും. ഈ ലാസ്റ്റ് ഡിജിറ്റ് അത് നമ്മുടെ ഹോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യും. ഈ സബ്നെറ്റ് മാസ്ക് ഈ 255.255.255 നമുക്ക് 24 ആയിട്ട് എടുക്കാം. ഈ 24 എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 8 ബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 8 ഇത് നമ്മൾ എല്ലാം കൂടി ഒന്ന് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 24 ആയിട്ട് മാറും. ഇതിനെ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം /24 ആയിട്ട്. ഓക്കെ, ഇത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ക്ലാസ് സിയുടെ വാലിഡ് ഹോസ്റ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നോർമലി ഈ ഒരു ലാസ്റ്റ് ഒക്ടറ്റിൽ 0 തൊട്ട് 255 വരെയാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് ഈ ഫസ്റ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സായിട്ട് വരും. പിന്നെ ഈ ലാസ്റ്റിൽ 255 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സായിട്ട് വരും. എന്നാലും നമ്മുടെ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബിറ്റ് വന്ന് 254 ഹോസ്റ്റേ നമുക്ക് ഇതിനകത്ത് വരത്തുള്ളൂ. ഇത് വേറെ ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്ലാസ് സിയിൽ വാലിഡ് ഹോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലാസ്റ്റ് ഒക്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റാണ്. അന്നേരം ഇതിനകത്ത് എത്ര ഹോസ്റ്റ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2⁻8 -2 നമ്മൾ ചെയ്യും. -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സാണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സ്. 255 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് ആയിരിക്കും. അന്നേരം ഈ 2 എണ്ണം നമ്മൾ എല്ലാം ക്ലാസ്സിൽ നമ്മൾ മൈനസ് ചെയ്യും. 2⁻8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാലിഡ് ഹോസ്റ്റ് 254 വാലിഡ് ഹോസ്റ്റ് നമുക്ക് ഈ ക്ലാസ് സിയിൽ കിട്ടും. ഇതാ ക്ലാസ് സിയുടെ ക്ലാസിഫിക്കേഷന്. അങ്ങനെ നമുക്ക് ക്ലാസ് ബിയിൽ ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ 128 തൊട്ട് 191ൻ്റെ റേഞ്ചിൽ ഏത്
ഫസ്റ്റ് ഒക്ടറ്റ് വരുന്നുണ്ടോ അത് ക്ലാസ് ബിയിലാണ് വരുന്നത്. ഇവിടെ 172 ആണ്. 172 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 തൊട്ട് 191 ഇടയ്ക്ക് വരുന്നുണ്ട്. അന്നേരം നമ്മളിത് നോക്കുക. 172.123.100.255 ക്ലാസ് ബിയിലെ IP അഡ്രസ്സ് ആയത് ക്ലാസ് ബി. ഇനി ഇതിനകത്ത് ഫസ്റ്റ് 2 ഒക്ടറ്റ് നമ്മുടെ നെറ്റ്വർക്ക് ആയിരിക്കും. ലാസ്റ്റ് 2 ഒക്ടറ്റ് ഹോസ്റ്റ് ആയിരിക്കും. മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ ഇവിടെ 8 1 വരും, ഇവിടെ 8 1 വരും. ഈ രണ്ടെണ്ണം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 16 വരും. ഇങ്ങനെ നമുക്ക് സബ്നെറ്റ് മാസ്ക് ഇത് /16 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം ക്ലാസ് ബിയുടെ നെറ്റ്വർക്കിന്. ഓക്കെ, 16 വൺസ് ആയിട്ട് ഇത് വരും. ഇനി നമുക്ക് ഇതിനകത്ത് വാലിഡ് ഹോസ്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മുമ്പിലത്തെ എക്സാമ്പിളിൽ കണക്ക് തന്നെ നമുക്ക് വാലിഡ് നമ്പർ ഓഫ് ഹോസ്റ്റും ഇങ്ങനെ 2⁻16 ഇതിനകത്ത് വരുന്നത്. -2 ചെയ്യും. -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സ് ആയിരിക്കും. വേറെ ഒരു 255.255 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാലിഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ രണ്ടെണ്ണം മൈനസ് ആവും. ഇനി നമ്മൾ ഇത് 2⁻16 -2 ചെയ്ത് കഴിഞ്ഞാൽ 65534 ഹോസ്റ്റ് നമുക്ക് കിട്ടും. ഇത്ര നമ്പർ ഓഫ് വാലിഡ് ഹോസ്റ്റ് നമുക്ക് കിട്ടും. ഈ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും നെറ്റ്വർക്കിലും കിട്ടുന്നത്. പക്ഷെ അതിനകത്ത് -2 ചെയ്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് ബിയുടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ലാസ് എയുടെ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ക്ലാസ് എയുടെ IP റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് 126 ആണ്. അന്നേരം നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ 100.228.111.225 അത് നമ്മുടെ ക്ലാസ് എ IP അഡ്രസ്സാണ്. ക്ലാസ് എയുടെ സബ്നെറ്റ് മാസ്ക് സബ്നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഒക്ടറ്റ് മാത്രമേ നമ്മൾ നെറ്റ്വർക്കിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. ബാക്കി 3 ഒക്ടറ്റ് നമ്മുടെ ഹോസ്റ്റ് ബിറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ 8 കാണും. അന്നേരം ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് ആയിട്ട് നമ്മൾ /8 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലാസ് സിയിൽ നമ്മൾ 24 കൺസിഡർ ചെയ്ത് ക്ലാസ് ബിയിൽ 16 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എത്ര 255 ഉണ്ടോ അതായത് 8 എവിടെയൊക്കെ മൊത്തം 1111 ആയിട്ട് വരുന്നോ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടോ അതാണ് നമ്മൾ സബ്നെറ്റ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ മാത്രം 255 എടുക്കുന്നേ ഉള്ളൂ. 8 നമ്പർ വരും. അന്നേരം ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് /8 ആണ് വരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് വാലിഡ് നമ്പർ ഓഫ് ഹോസ്റ്റ് നമുക്ക് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ എത്ര നമ്പർ ഓഫ് ഹോസ്റ്റ് ഉണ്ട്? ഇവിടെ 8 നമ്മൾ യൂസ് ചെയ്ത്. ഇനി ഈ ബാക്കി വരുന്നത് ഇതാ നമ്മുടെ ഹോസ്റ്റ്. ഇവിടെ ഒരു 8, ഇവിടെ ഒരു 8, ഇവിടെ ഒരു 8. അങ്ങനെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ 24 ഹോസ്റ്റ് ബിറ്റാ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2⁻24 ചെയ്യും. പിന്നെ -2. ഈ -2ൽ എന്തിനാണ് ചെയ്യുന്നത്? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം നെറ്റ്വർക്ക് അഡ്രസ്സ് ആയിട്ടായിരിക്കും, മറ്റേ ഒരെണ്ണം ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് ആയിരിക്കും. അന്നേരം ഇത് രണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യണം. അന്നേരം 2⁻4 -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാലിഡ് നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വരും. ഇത് ഒരു വലിയ ഹ്യൂജ് എമൗണ്ടാണ്. പക്ഷേ സിസ്കോ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്നെറ്റിൽ 500-നേക്കാളും കൂടുതൽ ഹോസ്റ്റ് വരരുതെന്ന. അന്നേരം നമ്മൾ ഇതിനെ പിന്നെയും കൂടി ഒരു ഫൈൻ ട്യൂണിങ് ചെയ്യും. മോർ ദാൻ 500 കമ്പ്യൂട്ടർ നോഡ്സ് ഒരു നെറ്റ്വർക്കിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് കൂടും. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഉള്ള നെറ്റ്വർക്കിനെ പിന്നെ ചെറുതാക്കും.